തൃഷ കൃഷ്ണൻ അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നു. സിനിമയ്ക്കായി വിവാഹം പോലും വേണ്ട എന്ന് പറഞ്ഞ് സിനിമ ചെയ്യുന്ന തൃഷ എങ്ങനെ ഈ തീരുമാനമെടുക്കും? നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് തൃഷ പിന്മാറിയിരുന്നു. ഭാവി വരൻ അഭിനയിക്കാൻ സമ്മതിക്കാത്തതാണ് കാരണം എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെയുള്ള തൃഷ എന്തിൻ്റെ പേരിലാണെങ്കിലും സിനിമാ ജീവിതം അവസാനിപ്പിക്കുമോ? 41 വയസ്സുകാരിയായ തൃഷ കൃഷ്ണൻ ഇന്നും തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള നടിയാണ്. ഒന്നിനു പിറകെ ഒന്നായി സൂപ്പർ താര ചിത്രങ്ങളാണ് തൃഷയെ തേടിയെത്തുന്നത്. സൂര്യ, അജിത്, വിജയ്, കമലഹാസൻ എന്നിങ്ങനെ തമിഴകത്തെ താരങ്ങൾക്ക് പുറമെ ടൊവിനോ തോമസ്, മോഹൻലാൽ തുടങ്ങിയ മലയാളത്തിലെ സൂപ്പർ താര ചിത്രങ്ങളും തൃഷയുടേതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് തൃഷ അഭിനയം നിർത്തുന്നതായി വരുന്ന വാർത്തകൾ. 25 വർഷത്തെ അഭിനയ ജീവിതത്തിൽ നിന്ന് തൃഷ പിന്മാറുന്നു എന്ന തരത്തിൽ ട്വിറ്ററിൽ കാര്യമായ ചർച്ചകൾ നടക്കുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് തൃഷ അഭിനയത്തിൽ നിന്നും പിന്മാറുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മുൻപൊരു അഭിമുഖത്തിൽ തനിക്ക് മുഖ്യമന്ത്രി ആവാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് തൃഷ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. വിജയ് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണോ തൃഷയും ഈ തീരുമാനമെടുക്കുന്നത് എന്ന് ചിലർ സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ തൃഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും വിജയുടെ പാർട്ടിയിൽ ചേരില്ല എന്നാണ് ചിലരുടെ നിരീക്ഷണം. വിജയ് മുഖ്യമന്ത്രിയാവണം എന്ന ലക്ഷ്യത്തിലാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ അതേ ലക്ഷ്യവുമായി വരുന്ന തൃഷയും ആ പാർട്ടിയിൽ ചേരില്ലല്ലോ. താനൊരു കടുത്ത ജയലളിത ആരാധികയാണ് എന്ന് തൃഷ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജയലളിതയെ കണ്ടു തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും മുഖ്യമന്ത്രിയാവാനും ഉള്ള ആഗ്രഹം തൃഷ പ്രകടിപ്പിച്ചത്. ആ നിലയിൽ തൃഷ AIADMKയിൽ ചേരുമോ? ചേർന്നാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടി തൃഷയെ പരിഗണിക്കുമോ? എന്നാൽ സിനിമ പൂർണ്ണമായി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് തൃഷ വരില്ല എന്ന് ചിലർ അടിയുറച്ച് വിശ്വസിക്കുന്നതായും കാണാം. ഇത്രയും സൗന്ദര്യവും അഭിനയവും ഒത്തുചേർന്ന തൃഷ അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് GPS മീഡിയയുടെ അഭിപ്രായം. നല്ലത് തിരഞ്ഞെടുക്കാൻ തൃഷയ്ക്ക് കഴിയട്ടെ എന്ന് GPS മീഡിയ ആശംസിച്ചുകൊള്ളുന്നു.